ഹലോ ഗൈസ്, ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടത് എന്താണെന്ന് വെച്ചാൽ, തൊഴിലുറപ്പിലെ ചേച്ചിമാർ എടുത്ത തോടാണിത്. ഈ തോട് അറബിക്കടലിലേക്ക് പോകുന്ന തോടാണെന്നാണ് പറയണത്. ഇതിലുള്ള വെള്ളമെല്ലാം മഴക്കാലം ആയിക്കഴിയുമ്പോൾ അറബിക്കടലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഒരുവിധം വലിയ തോടാണ്. ഇതൊക്കെ നന്നാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് തോട്. പിന്നെ വേറൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, തൊഴിലുറപ്പിലെ ചേച്ചിമാർ ഇവിടെ ഭയങ്കരമായിട്ട് കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഭയങ്കരമായിട്ടുള്ള കൃഷി. പച്ചമുളക്, കടല, നിലക്കടല, പിന്നെ കപ്പ, പടവലങ്ങ, പാവയ്ക്ക, ഇങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ. ഇവിടെ ഭയങ്കര ക്ഷാമമാണ് വെള്ളത്തിന്. പാവം 3 മണിയാകുമ്പോൾ വന്നിതെല്ലാം നനയ്ക്കും. ഈ 2 പേര് വെച്ച് വന്ന് ഇതൊക്കെ നനയ്ക്കും, ഈ കൃഷിയൊക്കെ. ഇത് മണലാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും ഇത് നനച്ചു കൊടുത്താൽ കണ്ടോ, നനയാത്ത സ്ഥലം പോലെയുണ്ട്. മരുഭൂമി പോലൊരു സ്ഥലം കണ്ടോ. പച്ചമുളക്, മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലോണം ഒക്കെ പറിച്ച് തീരാറായ ചെടിയാണ്. ഇത് കണ്ടോ, നല്ല പൊളി മുളക്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് പച്ചമുളക്. ഒരുപാട് പച്ചമുളക്. കപ്പ, കപ്പ ഉണ്ടോ. ഇവിടെ പറയാ കൊള്ളിക്കിഴങ്ങ്. കൊള്ളിക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. കടല കണ്ടോ, നിലക്കടല. ഇതാണ് സൂപ്പർ. കണ്ടോ ഗൈസ്, നിലക്കടലയാണ് ഇതെല്ലാം. കുറേ ഉണ്ട് കേട്ടോ നിലക്കടലയെല്ലാം. ഇവിടെ എല്ലാം ഉണ്ട് നിലക്കടല. നിലക്കടല ഫുൾ മണലാണ് ഗൈസ്. ഇവിടെ മണൽ എത്ര നനച്ചാലും നനവുണ്ടാവില്ല. വേറൊരു സൈസ് കപ്പ. ഇത് വേറൊരു തരം കപ്പയാണ്. അത് ചുമന്ന തണ്ട്, ഇത് മഞ്ഞത്തണ്ട്. ചെറിയൊരു കുളവും ഉണ്ട് ഇവിടെ. ഇതിൽ നിന്നാണ് അവർ നനയ്ക്കുന്നത്. ചെറിയൊരു കുളം കണ്ടോ ഗൈസ്. ഇവിടുത്തെ തൊഴിലുറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ 4 മണി വരെ ഇരുന്നാൽ മതി. 4 മണി 5 മണി. ഇവിടെയൊക്കെ 6 മണി വരെ ഇരിക്കണം. 11 മണി വരെ പറമ്പിൽ ജോലി ചെയ്ത് പിന്നെ അവനവൻ്റെ വീട്ടിൽ പോകും. പിന്നെ അത് കഴിയുമ്പോൾ 3 മണിയാകുമ്പോൾ വരും. പിന്നെ 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 6 മണി കഴിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെയിൽ അധികം ആയതുകൊണ്ട് അങ്ങനെ പണിയെടുപ്പിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലാകുമ്പോൾ വെയിലായാലും മഴയായാലും പണിതോണം. അങ്ങനെയാണ് ഗൈസ്. സൂപ്പറായിട്ടുണ്ട് പച്ചക്കറിത്തോട്ടം കണ്ടോ. കടലച്ചെടി. കടലയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കടല കണ്ടോ, കടല ഉണ്ടായിട്ടുണ്ട്. കടല കണ്ടോ. ഞാനൊരെണ്ണം പറിച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കണ്ടോ കടല. അപ്പം ഞാനിന്ന് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.